വ്യത്യസ്ത പാർട്ടികളും മുന്നണികളുമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ പാർട്ടികളും മുന്നണികളും യഥാർത്ഥത്തിൽ ഇതൊരു ഗോത്രപ്പോര് അല്ല. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ തോൽപ്പിച്ച് തകർത്ത് ഇല്ലാതാക്കി കളയുവാൻ വേണ്ടി നടത്തുന്ന എന്തോ ഒരു ഗോത്രയുദ്ധമല്ല ഇത്. മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ മൂല്യങ്ങളെ ആരാണ് ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുത്ത് നടത്തുക? അതിന് വ്യത്യസ്ത പാർട്ടികൾക്ക്, മുന്നണികൾക്ക് അവരുടേതായ നയസമീപനങ്ങളുണ്ട്. അതവർ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. അതിനുവേണ്ടി അവർ വോട്ട് ചോദിക്കുന്നു. ഏതൊരു പാർട്ടിക്കാരൻ്റെയും മനസ്സ് ആവേണ്ടത് ഞാൻ മുന്നോട്ട് വെക്കുന്ന, എൻ്റെ പാർട്ടി മുന്നണി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകളാണ് യഥാർത്ഥത്തിൽ എൻ്റെ മറുപാർട്ടിക്കാരനും ഗുണകരമായിട്ടുള്ളത്. എൻ്റെ പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥിയും ജയിക്കുന്നതിലൂടെയാണ് എൻ്റെ എതിർ പാർട്ടിക്കാരനും കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായിത്തീരുക എന്നാണ്. അവൻ്റെ പോലും ഗുണത്തിന് വേണ്ടിയാണ്, അവൻ്റെ കൂടി ഗുണത്തിന് വേണ്ടിയാണ് എൻ്റെ പാർട്ടി, എൻ്റെ മുന്നണി, എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഒരാൾ അഭിലഷിക്കേണ്ടത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ കൂട്ടരെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ച് അവരെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്ത് കളയണം എന്ന വിചാരത്തിലല്ല, അങ്ങനെ ഒരു ഗോത്രപ്പോരിൻ്റെ മനോഭാവത്തിലല്ല ജനാധിപത്യ പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടേണ്ടത്.